ഫുക്രിയിലേക്ക് സ്വാഗതം. ഫുട്ബോളിൽ മഞ്ഞക്കാർഡും ചുവപ്പുകാർഡും ഒക്കെ കാണിക്കാറുണ്ടല്ലോ. ഈ മഞ്ഞക്കാർഡും ചുവപ്പുകാർഡും ഫുട്ബോളിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഫിഫയെ നിർബന്ധിതമാക്കിയ ചില കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. എന്ന് മുതലാണ് റെഡ് കാർഡും യെല്ലോ കാർഡും ഒക്കെ കളിയിൽ വന്നത്? അതും ഒരു വലിയ ചോദ്യമാണ്. ഇതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഇന്ന് വാർത്തകളിൽ വന്ന അന്തോണിയോ റത്തിൻ എന്ന അർജന്റീനൻ ഇതിഹാസം. അദ്ദേഹം മരിച്ചു. അങ്ങനെയാണ് വാർത്ത വന്നത്. അതിനെ തുടർന്നാണ് ഈ മഞ്ഞക്കാർഡും ചുവപ്പുകാർഡും ഒക്കെ എങ്ങനെയാണ് ഫുട്ബോളിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് കരുതിയത്. അന്തോണിയോ റത്തിൻ അർജന്റീനയുടെ ഫുട്ബോൾ ഇതിഹാസമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ 1959 മുതൽ 69 വരെ അർജന്റീനയ്ക്കായി ഫുട്ബോൾ കളിച്ചു. 62, 66 ലോകകപ്പുകളിലും അദ്ദേഹം കളിച്ചു. അപ്പോൾ ഒരു 66 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ ഒരു മത്സരം നടക്കുകയാണ്. ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. അപ്പോൾ അത് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പൊരിഞ്ഞ പോര് നടക്കുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ റത്തിനോട് മൈതാനം വിടാൻ, മൈതാനത്തിന് പുറത്തേക്ക് പോകാൻ റഫറി ആവശ്യപ്പെട്ടു, നിർദ്ദേശിച്ചു. എന്നാൽ ജർമ്മൻ ഭാഷയിലാണ് റഫറി റത്തിനോട് ഇത് പറഞ്ഞത്. അപ്പോൾ റത്തിൻ എന്തു പറഞ്ഞു? എനിക്ക് ജർമ്മൻ അറിയില്ല, സ്പാനിഷ് അറിയാത്ത റഫറി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് സ്പാനിഷേ അറിയൂ, ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്ന് റത്തിൻ ന്യായീകരിച്ചു. പുറത്തു പോയില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് റഫറി ആവശ്യപ്പെട്ടതുകൊണ്ട് പുറത്തു പോയില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം മൈതാനത്തിന് പുറത്തു പോയി ആ കോർണർ ഫ്ലാഗിൻ്റെ അവിടെ പോയിരുന്ന് പ്രതിഷേധിച്ചു. ആ മത്സരത്തിന് ശേഷമാണ് ഫിഫയ്ക്ക് തോന്നിയത് ഇതിന് ഒരു പോംവഴി ഉണ്ടാക്കിയേ പറ്റൂ. റഫറിയുടെ ഭാഷ മനസ്സിലാവില്ല എന്ന ന്യായീകരണത്തിന് അതിന് മറുപടിയായിട്ട് ഒരു എന്തെങ്കിലും ഒരു പോംവഴി കണ്ടേ പറ്റൂ. അങ്ങനെയാണ് കളിയിൽ ഫൗള് ചെയ്താൽ, റത്തിൻ ഫൗള് ചെയ്തപ്പോഴാണ് റത്തിനോട് പുറത്തു പോകാൻ റഫറി ആവശ്യപ്പെട്ടത്. അപ്പോഴാണ് അദ്ദേഹം റഫറി പറഞ്ഞ ജർമ്മനിയൻ ഭാഷയിലാണ്, എനിക്ക് ജർമ്മൻ അറിയില്ല, എനിക്ക് സ്പാനിഷ് അറിയൂ, സ്പാനിഷ് റഫറിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അന്ന് മുതലാണ് അതിനൊരു പോംവഴി എന്ന നിലയിലാണ് ഫൗൾ ചെയ്തവർക്ക് മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും കാണിക്കുന്ന ഒരു രീതി വന്നത്. 1970 ലോകകപ്പ് മുതലാണ് ഫിഫ ഇത് നടപ്പിലാക്കിയത്. അങ്ങനെ ആ റത്തിൻ, വിവാദ നായകനായ റത്തിൻ, ഈ കാർഡിനൊക്കെ കാരണക്കാരനായ റത്തിൻ ആണ് ഇപ്പോൾ മരിച്ചത്. അദ്ദേഹത്തിന് 89 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ റത്തിൻ കാരണം ഈ കഥ എങ്ങനെയാണ് മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും ഫുട്ബോളിൽ ഉണ്ടായത് എന്നത് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയായി. എന്തായാലും ഈ 70 മുതൽ ഇപ്പോൾ 56 വർഷമായിരിക്കുന്നു മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും വന്നിട്ട്. ഇപ്പോൾ ഭാഷയ്ക്ക് ഒരു പ്രശ്നമില്ല. റഫറി മഞ്ഞക്കാർഡ് ഉയർത്തി കാട്ടിയാൽ അതെന്താണെന്നും എന്ത് തരം ശിക്ഷയാണെന്നും, പകരം ചുവപ്പ് കാർഡാണ് കാണിക്കുന്നതെങ്കിൽ അത് എന്ത് തരം ശിക്ഷയാണെന്നും, മൈതാനത്തിലേക്ക് പുറത്തേക്ക് പോകണമെന്നും ഒരു ഭാഷയുടെ ആവശ്യമില്ലാതെ തന്നെ കളിക്കാർക്ക് മനസ്സിലാവുന്ന നിലയിലായി. അപ്പം അങ്ങനെയാണ് മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും. അന്തോണിയോ റത്തിൻ എന്ന് പറയുന്ന അർജന്റീനിയൻ കളിക്കാരൻ വഴിയാണ്, അയാളാണ് ഇതിന് കാരണം, കാർഡുകൾക്ക് കാരണം ഫുട്ബോളിൽ. അങ്ങനെയാണ് മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും ഒക്കെ ഫുട്ബോളിൽ വരുന്നത്.